ഇങ്ങോട്ട് നോക്ക്, ഇത് കാണിക്കാനേ ഞാൻ വിളിച്ച നിറച്ചും മിച്ചർ അവലോസ് കൂടി കേട്ടാ. പെരടകത്ത് മുഴുവൻ ഇങ്ങനെ വിരകിട്ട് വെച്ചേക്കണേ. ഇതണ്ടാ നിറച്ചുറപ്പ് നോക്ക്. ഇവിടെ ഒന്നും കൊണ്ടുവന്ന് വെച്ചിരുന്ന് തിന്നല്ലേന്ന് പറഞ്ഞാ കേക്കണ്ടേ? എടി ഇതൊക്കെ നീ ഉറുമ്പിനോട് ഏത് ഭാഷയെ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ വെച്ച് പിന്നെ നമ്മുടെ പിള്ളേരാ. ചേട്ടാ പിള്ളേരോടാണെങ്കിൽ പറഞ്ഞെങ്കിലും മനസ്സിലാക്കാ. നിങ്ങളുടെ അച്ഛനോട് ഞാനിനി എന്തുന്നാ പറയണത്? പിന്നല്ലാണ്ട് അച്ഛനെ പേടിച്ചിട്ട് ഇവിടെ കുടുംബത്തെ ഒരു സാധനം മേടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ. പിള്ളേർക്ക് മേടിച്ചു വെച്ചേക്കണ സെർലാക്ക്, പാൽപ്പൊടി, എന്തിനാ അമൃതം പൊടി, കട്ടൻ ചായലിട്ട് ഓർലിച്ചിന് വരെ വെട്ടി കുടിച്ചോണ്ടിരിക്കണേ ഇവിടെ അച്ഛൻ. നീ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ അധികം ഒന്നും ദേഷ്യം പിടിപ്പിക്കരുത്. പിന്നെ പഴയ ആളല്ലേ എന്റെ ചക്കരെ, എന്റെ പൊന്ന്, എന്റെ പഞ്ചാരെ, നീ അത്ര കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അതെ, ഇത്രയും പഞ്ചാര അടിക്കണ അച്ഛന്റെ മോനല്ലേ നിങ്ങളും പഞ്ചാര വെച്ചോന്നാ. ബഹളം വെക്കല്ലേ. ഞാൻ പൂജ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ബഹളം വെക്കരുത്, സൗണ്ട് ഉണ്ടാക്കരുത്. രാമ 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 ദൈവമേ നാരായണ നാരായണ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെന്നുണ്ടോ കുട്ടിക്ക്? ഇങ്ങനെ നിലയ്ക്കരുത് ദൈവമേ. രാമ രാമ രാമ. ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ എന്താ വിചാരിക്കണ? അച്ഛൻ പൂജാമുറിയിൽ പൂജയും കഴിഞ്ഞ് ഭസ്മം തൊട്ട് തന്നെയല്ലേ കൊച്ചിന്റെ പാൽപ്പൊടി അടുക്കളയിൽ വയസ്സായി കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെ സ്വഭാവം വന്നാ എല്ലാരും പറയുന്നത്. അങ്ങ് സഹിക്കേ. അച്ഛനെ പേടിച്ചിട്ട് ഇവിടെ ഒരു സാധനം മേടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? അടുക്കള ഷെൽഫിന്റെ അകത്തിരുന്ന 8 ജിലേബി എന്തി? ആ 8 ജിലേബി ഞാൻ അങ്ങ് തിന്നു. അതിനപ്പുറത്ത് പഞ്ചാര പാത്രം മറിഞ്ഞു കിടപ്പുണ്ടായില്ല. അയ്യോ മക്കളെ ഉണ്ടല്ലോ, ഈ ജിലേബിക്ക് മധുരം കുറവ്, അതുകൊണ്ട് ഈ പഞ്ചാരയിൽ മുക്കിയാ ഞാൻ തിന്നത്. എന്ത് നോക്കണ സംഭവം? ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു അലുവ കഴിച്ചു മക്കളെ, കടിച്ച് തിന്ന്. അതിന്റെ ബാലൻസ് ഒരു പാത്രത്തിൽ ഞാൻ ഇവിടെ വെച്ചിരുന്നു കേട്ടാ. അല്ല തിന്നാനല്ലാന്ന്. സംഭവം നിനക്ക് അറിഞ്ഞൂടെ, എന്റെ അണപ്പല്ല് 2 എണ്ണം വെപ്പുമല്ല. ഈ അലുവ കടിച്ചപ്പോ ഈ പല്ല് അതിലോട്ട് അളവിപ്പോയി. അത് ഞാനത് കൊച്ചിന് അംഗനവാടിയിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തോട്ട് കൊച്ചിന് കാശ് കൊണ്ടിടണം പറഞ്ഞാ മറ്റേ അണപ്പല്ലൊക്കെ എടുത്തിട്ട് തിന്നു. ഞാൻ ഇന്നാലേ വിചാരിച്ചു മക്കൾക്ക് എന്തെങ്കിലും ഒരു ദാനം കൊടുക്കണമെന്ന്. ഇനിയിപ്പോ പല്ലെങ്കിൽ പല്ല്, ചെറു മക്കൾക്ക് പല്ലിരിക്കട്ടെ. ഇത് ആരെ വിളിക്കണം നോക്കിയേ, ആര് ഈ കിടന്ന സമയത്ത് കിടന്ന് വിളിക്കുന്നു? പുതിയ നമ്പർ. ഹലോ ഹലോ, ആരായിരുന്നു? ഇത് NNN ലാബിന്നാണേ. അവിടെ സുധാകരൻ പിള്ളയുടെ ഷുഗർ ചെക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടായാ? റിപ്പോർട്ട് ആവാതിരിക്കും, എന്റെ കമ്പ്യൂട്ടറിന് കുരുവൊന്നുമില്ല. റിപ്പോർട്ട് ആയിട്ടുണ്ട്. എന്താ പറയാമോ? അതെ, വരുമ്പോ ഒരു 9,000 രൂപയും 2 കവർ DDT കൂടെ കൊണ്ടുവരണം. ഒരു ഷുഗർ ചെക്ക് ചെയ്യാൻ 9,000 രൂപ? എന്തൊരു കത്തിയാണിത്? വല്ലപ്പോഴും ഒക്കെ പഞ്ചാര കുറയ്ക്കാൻ പറയണം. എന്റെ പൊന്നോ, ഷുഗർ കൂടിയിട്ട് എടുത്ത് ടെസ്റ്റിൽ വെച്ച് എന്റെ മിഷി അടിച്ചു പോയി. പോരാത്തതിന് ഇവിടെ അത്രയും ഉറുമ്പ്, അത് തട്ടിയിടാനാണ് DDT കൊണ്ടുവരാൻ പറഞ്ഞത്. അയ്യോ, അച്ഛൻ എത്ര ഷുഗർ ഉണ്ട്? 480 ഉണ്ട്. 480. 480? അച്ഛാ, അച്ഛന് 480 ഷുഗർ ഒന്ന് 500 തകച്ച് ഞാൻ പൊട്ടിത്തെറിക്കും. അതെ, 480 ഷുഗർ വന്ന വല്ല കുഴപ്പമുണ്ടോ? 480 ഷുഗർ വന്നാ മധുരം പോയിട്ട് മായെന്ന് പോലും പറയാൻ പറ്റൂല. എങ്കിൽ അങ്ങനെ കാര്യത്തിൽ തീരുമാനം. അയ്യോ, ശരി ശരി ശരി. അച്ഛാ, അച്ഛന് 480 ഷുഗർ ആണെന്ന്. ഷുഗർ കൂടി എന്തേലും വന്നു പോയിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത് പ്രൈസറിന് ഇവിടെ ഇല്ല, അങ്ങനെ ഗൾഫിൽ കിടക്കണേ. ഞാനും പിള്ളേരും കൂടി വിട്ടിട്ട് അച്ഛനെ എന്ത് കാണിക്കാനാ വയ്യാണ്ടായ? അതുകൊണ്ട് ഞാൻ പറയണ അച്ഛൻ കേട്ടോ. അച്ഛൻ ഇനി മധുരം എന്നുള്ള അക്ഷരം പോലും ഈ വീട്ടിൽ മിണ്ടിയേക്കരുത്. കേട്ടില്ല? കയ്പ് ജീവാമൃതബിൻ. മധുരല്ലേ? മധുരം പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എനിക്ക് സത്യം ചെയ്തു തന്നെ. അച്ഛൻ ഇനി പഞ്ചാര തിന്നില്ലാന്ന് എനിക്ക് സത്യം ചെയ്തത്. അമ്മേനെ പിടിച്ച് സത്യം ചെയ്തത്. ഇല്ല, ഞാൻ അവളെ കൊണ്ട് സത്യം ചെയ്യത്തില്ല. അവളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യത്തില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ സത്യം ചെയ്യത്തില്ല. മരിച്ചുപോയ അമ്മക്കിനി എന്ത് സംഭവിക്കാൻ? അവളെ ആത്മാവിന് എന്തെങ്കിലും സംഭവിച്ചാലോ? എന്തോന്നൊക്കെ അച്ഛനെനിക്ക് സത്യം ചെയ്ത് തന്നെ ചെയ്തു. ഓക്കെ, ഞാൻ ഇനി മധുരം തൊടത്തില്ല, മായെന്ന് പോലും മിണ്ടത്തില്ല. പോരെ? ഉറപ്പാണ്? മധുരം കഴിക്കത്തില്ല. ഓക്കെ, സമ്മതിച്ചല്ലോ. അങ്ങനെയെങ്കിലും പിള്ളേർക്ക് സമാധാനം ആവട്ടെ. അങ്ങോട്ട് മാറിയേക്ക, ഇല്ലെങ്കിൽ വല്ല തിരുപ്പതിലിടുവാണെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ എടുത്ത് വെച്ച് തിന്നു. അയ്യോ, ആളില്ലേ ഇവിടെ? ഉണ്ടല്ലോ. ഏതാണ് മക്കളെ നീ? ഞാൻ അരുണ്. നീ എവിടെ തന്നെ? ഞാൻ ബഹറിന്ന്. പിന്നെ ബഹറി ഇങ്ങോട്ട് വരും. ആവശ്യം എന്റെയാണ്, ഞാൻ അങ്ങോട്ട് തന്നെ പോണം. നീ എവിടെ നീ എങ്ങനെ എന്തിനു വന്നെന്ന് പറ. ഞാൻ ഇവിടുത്തെ പ്രതീക്ഷയില്ലേ? പ്രതീക്ഷേട്ടൻ അങ്ങ് ബഹറിനിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവിടെ എന്തൊക്കെയാ വിശേഷങ്ങൾ? അവിടെ നല്ല വിശേഷങ്ങളില്ല. ഞാൻ അവിടെ പോയ ഇത്തിരി പച്ച പിടിച്ചത് പ്രതീക്ഷന്റെ കമ്പനി കയറിയതിന് ശേഷം. അവിടുന്ന് വാങ്ങിച്ച സാധനങ്ങളല്ലേ? നല്ല ഷർട്ട് കേട്ടാ, നല്ല തിളങ്ങണം, നല്ല രസമുണ്ട്. 3000 രൂപയാണ് വില. 3000 രൂപ. 3000 രൂപ? പാന്റിന് 6000 രൂപ വില. 6000 രൂപ? ചെരുപ്പ് വേണ്ട, 4000 രൂപ വിലയുണ്ട്. 4000 രൂപ? 4000 വിലയുണ്ട്. എടാ, നിനക്ക് നാട്ടില് വല്ല വിലയുണ്ടാടാ? നാട്ടില്
കുഴപ്പമില്ല കുഴപ്പമില്ല. നീ ഒരു വർഷം ജോലിയും കൂലിയില്ല, വീട്ടിൽ നോക്ക്, ഇതിനൊന്നും ഒരു വിലയും കാണത്തില്ല. അതെന്തിനു മാമ അങ്ങനെ ഒരു വർത്താനം? പക്ഷേടാ, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മ എന്ത് ചെയ്യണ്? അമ്മ സേനയിലാണ്. എന്റെ പൊന്നെ, അഭിമാനിക്കാനുള്ള കേസല്ലേ. ഇരിക്കട്ടെ നിന്റെ അമ്മയ്ക്ക് ഒരു സാല്യൂട്ട്. എടാ, ഇത്രയും സെറ്റപ്പ് ഉണ്ടായിരുന്നിട്ട് നീ എന്താ ഗൾഫിൽ ചെന്താന്ന് കഷ്ടപ്പെട്ടത്? നിനക്ക് അമ്മേനെ കൊണ്ട് തല്ലി ചേർന്നാ പോരെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അത് പെണ്ണുങ്ങളുടെ സെക്ഷനാണ്, നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കൂല. നീ ഏത് സേനയുടെ കാര്യം പറഞ്ഞു? ഹരിതകർമ്മസേന. അമ്മ അവിടെയാണ്. അപ്പൊ എന്റെ സല്യൂട്ട് വേസ്റ്റ് ആയില്ല. ഇല്ല. നമ്മളെ നാട്ടിലെ ഏറ്റവും നല്ല സേനയാണ് ഹരിതകർമ്മസേന. Okay. ഇരിക്കട്ടെ, അവർക്കൊരു സല്യൂട്ട്. ഇരിക്കട്ടെ. ഇവിടെ മാമൻ മാത്രമേ ഉള്ളൂ, അതെ വേറെ ആരെങ്കിലും? ഇല്ല. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് എന്റെ മരുമോളുണ്ട്, ഞാൻ വിളിക്കാം. മരുമോളുണ്ട്, വിളിക്കും. ദേവിയേ, ദേവി മക്കളെ, ഓടി വാ, പെട്ടെന്ന്. ഇത് വാ, അരുൺ ഗൾഫിലുള്ള നമ്മളെ പ്രതീഷിന്റെ കൂട്ടുകാരനാ. പറഞ്ഞു സർപ്രൈസ് ആയിട്ട് അങ്ങ് വന്നാ മതി എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ തന്നു വിട്ടിട്ടുണ്ട് കേട്ടാ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ, നീ ഇവിടെ വന്നിട്ട് 2 മിനിറ്റ് പോലും ആയില്ല, ഇതിലും ഒരു വിലയില്ലാതായി. ഇനി 1 മണിക്കൂറും കൂടെ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്കൊരു വിലയില്ല. 3000 ഷർട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞു ഉടനെ അങ്ങ് പിടിച്ചു വലിച്ച് അവന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് കൊടുക്കട്ടെ. പിന്നല്ലാതെ അങ്ങ് കൊള്ളാം കേട്ടാ. നിനക്ക് സത്യം പറഞ്ഞ ഇതാണ് ചേട്ടൻ, നമ്മളിപ്പോ സെയിം ആയി. നമ്മളെ പ്രതീക്ഷന്റെ കുടുംബമല്ലേ? അതെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എനിക്ക് മക്കളെ പ്രതീക്ഷനെ കൂടാതെ 4 മക്കളുണ്ട്. പ്രതീക്ഷേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞ 2 മക്കളാണെന്നാണല്ലോ പ്രതീക്ഷേട്ടൻ ഉൾപ്പെടെ. അതിന് 2 മക്കളെ കാര്യം അവന്റെ അമ്മ പോലും ഇതിൽ അറിഞ്ഞിട്ടില്ല. ഈ വീട് വെച്ചത് പ്രതീക്ഷേട്ടൻ കഴിഞ്ഞ വർഷം അല്ലേ? എന്റെ പൊന്നപ്പോ, ഈ വീട് വെച്ച് മക്കളെ വല്ലച്ചാതി. പക്ഷെ 3 ലക്ഷം രൂപ കടമുണ്ട്. കടോ? ഓ, ഞാന് കുറച്ച് പൈസ കൊടുത്തായിരുന്നു. അവൻ അതിന് കടം വീട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞ, ചെറുക്കാൻ കേൾക്കുന്നില്ല. അതെന്തോ പരിപാടി? അവൻ ചേട്ടൻ അങ്ങ് ചെയ്താ പോരെ? അതല്ല പിന്നല്ലാതെ. എത്ര കൊടുത്ത? 5 ലക്ഷം കൊടുത്താ? 50? എത്രയെന്ന് പറ. എടാ, 5 രൂപ ഒരു കവറിലിട്ട് കൊടുത്തന്ന്. അതിനെങ്ങനെ കടം തീർക്കും? എടാ, 1970 ജനിച്ച ആളാ ഞാൻ. അന്നത്തെ 5 രൂപ ഇന്നത്തെ 5 ലക്ഷത്തിന്റെ പവർ ഉണ്ട്. ഇത് ആ ചെറുക്കന് മനസ്സിലായില്ല, നിനക്കത് മനസ്സിലായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കള്ളക്കണക്ക്. പിന്നല്ല. അതെ, ഇത് കുടിച്ചിട്ട് സംസാരിക്കണേ. ഒരു ഗൾഫുകാരന്റെ വീടല്ലേ? പച്ചവെള്ളൂ. എന്റെ അനിയ, ഈ വീട് വെച്ച വകയിൽ എന്തോരം കടുണ്ടെന്ന് നിനക്കറിയാമോ? അല്ല, അതും പച്ചവെള്ളം തമ്മിൽ എന്തൊരു ബന്ധം? നീ ഈ പച്ചവെള്ളം കുടിച്ചിട്ട് അവിടെ അങ്ങ് ചെല്ലുമ്പോൾ, ഗൾഫിൽ ചെല്ലുമ്പോൾ അവൻ ചോദിക്കും അവിടെ എങ്ങനെയാണ്. അപ്പൊ നീ പറയണം, അയ്യോ പാവം, അവർ പച്ചവെള്ളം കുടിച്ചാണ് ജീവിക്കുന്നതെന്ന്. അതേ സമയത്ത് നമ്മൾ ജ്യൂസോ നാരങ്ങയോ ഇവള് വിളക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നീ ചെന്ന് പറയും, അയ്യോ അവർ ലാവിഷായിട്ട് അടിച്ചു ജീവിക്കുന്നത്. അത് മാത്രമല്ല, നീ ഇവിടെ വന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും, അവിടെ പോയിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടിയാടാ? അപ്പൊ നിനക്ക് ഇവിടുന്ന് പച്ചവെള്ളം പോലും തന്നില്ല എന്നൊരു പരാതി പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പച്ചവെള്ളം. കുടിച്ചോ, ഞാനായിരുന്നു ഇപ്പൊ 3 ഗ്ലാസ് കുടിച്ചു. അതെല്ലാം നിങ്ങൾക്കുള്ള എന്തോരം മിഠായിയൊക്കെ. അതെല്ലാം റെയർ സാധനങ്ങളാ. അത് ഫോണ് നിങ്ങൾക്ക് കേട്ടാ. ഈ മുട്ടായി ഉണ്ടല്ലോ, ഈ സാധനം വർഷത്തിൽ 1000 എണ്ണ ഉണ്ടാക്കും. 1000 എണ്ണ ഉണ്ടാക്കുന്ന മുട്ടായി. ഭയങ്കര മധുരമില്ല. കാര്യം ഇത് ഒരു തരം ക്രീമാ. യമനിൽ നിന്ന് കൊണ്ടുവന്ന ക്രീം വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അതിൽ 8 പീസേ കിട്ടിയുള്ളൂ. 4 എണ്ണം ഞാൻ എടുത്തു, 4 എണ്ണം ഇവിടത്തേക്ക് എടുത്തു. പിന്നെ ഈ മുട്ടായി എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം, ഈത്തപ്പഴം 100 വർഷം വരെ പഴക്കമുള്ള ഈത്തപ്പഴം മണ്ണിനടി കുഴിച്ചിട്ടിട്ട് അവരുണ്ടാക്കുന്ന സാധനം. ടേസ്റ്റ് എന്ന് പറഞ്ഞോണ്ടല്ലോ, നാവിൽ വെച്ച് അലിഞ്ഞു. അയ്യോ, കൊതി കൊണ്ട് പറഞ്ഞു. 450 ഷുഗർ ഉണ്ട്. ഇപ്പൊ ലാബിന്ന് വിളിച്ച് പറഞ്ഞു മിഠായി തിന്നാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ വന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ, ഞാൻ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനും പ്രതീക്ഷ പണ്ട് മറ്റേ ബഹ്റിൽ നിന്ന് ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് വാങ്ങിച്ചില്ലേ, എനിക്ക് അതൊന്ന് കാണണം. എനിക്ക് കാരണം കാര്യം അതേ സെയിം സാധനം ഉണ്ടല്ലോ, ആ സാധനം എന്റെ വീട്ടിൽ തൂക്കാൻ വേണ്ടിട്ട്. എവളെ സമ്മതത്തോടു കൂടി എനിക്കൊരു പൊതി തരൂല. ശരിയാ കടാ. ഇതെന്ന് പറയണ ഇതെല്ലാം തിന്ന് തീർത്ത് കളയും. വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് തിന്ന. ഇല്ല, പിന്നെ എന്റെ അടുത്താ കളി. സംഭവം കൊള്ളാം. നമുക്ക് ആ വീട് വെക്കണ സമയത്ത് നമുക്ക് ആ ലൈറ്റ് അത് വെക്കണം. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം കൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ പ്രജീഷേട്ടൻ ലീവിന് വരുമ്പോഴേ ഞാൻ പുരതാമസം വെക്കും. ഞാൻ ബന്ധമുണ്ട്. മുഴുവനും ഉറുമ്പ്. എന്തൊരു കഷ്ടമാണ് ദൈവമേ. അച്ഛൻ നോക്കച്ച മുഴുവനും കടിക്കണ ഉറുമ്പ് കയറിയക്കണയിലോട്ട്. കടിക്കോ മക്കളെ? ഇത് കടിച്ചു മറിച്ചു ഇത് കണ്ടില്ലേ? അയ്യോ, എന്തൊരു കഷ്ടം. ഇതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് അകത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ. പിള്ളേര് അച്ഛനും മോന്റെ കൂട്ടുകാരൻ കണ്ട നാട്ടിൽ ഇതെല്ലാം ചുമന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ അച്ഛൻ എന്റെ കൂടെ അങ്ങോട്ട് വന്നെ
അങ്ങനെ? അത് ശരിയാണ്. അവനോട് രണ്ട് വർത്താനം പറ. ഞാൻ സംസാരിക്കാം. ആ, എന്നാ സംസാരിക്ക്. അയ്യോ. പറയടാ മക്കളെ, എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ഇവിടെ തന്നെ കയറി പോണോ മാമ? പറ. എന്തോ വയ്യേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്ത്? ഇല്ല, ഒരു കുഴപ്പമില്ല, പറഞ്ഞു. പ്രജീഷയുടെ വീടൊക്കെ വെച്ച് നല്ല സെറ്റപ്പായല്ലേ? പിന്നെ ഇനിയിപ്പോ പ്രജീഷയുടെ 2 വർഷം കഴിഞ്ഞ് ലീവിന് വരും. ഓ, വച്ചടി കയറ്റണല്ലോ അമ്മ. വെച്ചടി കേറുന്നുണ്ട്. അത് വാക്ക് കയറി പോണോന്തോ ഇത്. അയ്യോ, ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. മുട്ടുവേദന എന്തോന്ന് പറ, നടക്കാൻ വയ്യ, എനിക്ക് ഓടാനും ചാടാനൊന്നും പറ്റൂല മക്കളെ. ഓപ്പറേഷൻ കഴിഞ്ഞതാ. നമുക്ക് അതൊക്കെ ശരിയാക്കാം. 5 എണ്ണം ചത്ത്. അയ്യോ, ആരുടെ എന്തായാലും നീ വന്നതല്ലേ, ചായ കുടിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. ചായ ഇപ്പോഴാണ് കൊണ്ടുവരുന്നത്. ചായ കൊണ്ട് കൊടുത്തോളെ. ഞാൻ കൊടുക്കാച്ചാ. അതെ, ചായക്ക് എന്താ കടി വേണ്ടത്? ചായക്ക് ഇപ്പൊ ഞാൻ നാട്ടിലോട്ട് വന്നല്ലോ, വല്ല ബജിയോ അങ്ങനെ എന്തെങ്കിലും. ബജി എന്തെങ്കിലും മതി. നാടൻ കടികളൊക്കെ നാടൻ കടികൾ മതി. നാടൻ നിങ്ങൾ സംസാരിച്ചിരിക്കേ, അച്ഛാ ഞാനിപ്പോ വരാം. അച്ഛൻ എന്താ കടി വേണ്ടത്? എനിക്ക് കടി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇനി എന്തിനാണ് കടി? ഞാൻ എടുത്തിട്ട് വരാവേ. ഓ മക്കളെ, നിനക്കെങ്കിലും കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂ? പറഞ്ഞോ മാമ, പറഞ്ഞോ. അപ്പൊ ഞാനൊന്ന് ഇതാ പറഞ്ഞ മാമ ഇവിടെ പോണോ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. കാര്യം മനസ്സിലാവൂല. അത് ഡോക്ടർ പറഞ്ഞു മുട്ട് വയ്യാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. മാമ പറ, മാമനെന്തോ? നീ എന്നെ എങ്ങനെയാണ് കാണുന്നത്? എന്റെ സ്വന്തം മാമനെ പോലെ എന്നല്ല, പിന്നെ എന്റെ മരുമോൻ എന്നുള്ള രീതിയിൽ ഞാൻ മാമ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കും. സത്യമായിട്ട് നീ ഉള്ള കാര്യം പറയണം. ശരി. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ ഒരു സാധനം വന്നു. നമ്മളതെടുത്ത് വേറൊരു സ്ഥലത്ത് വെച്ചു. നമ്മൾ വിളിക്കാതെ കുറച്ച് അതിഥികൾ അവിടേക്ക് വന്നു. നമ്മൾ ഗൾഫിലാണെങ്കിൽ എന്ത് ചെയ്യും? വെട്ടും. എങ്ങനെ വെട്ടും? ഇവിടെ നീ ഗൾഫ് വിട്. ഇവിടെ നമ്മളെ നാട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? അത് പറ. വന്നു കയറിയ ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണോ? വലിയ വേണ്ടപ്പെട്ടവരല്ല. തെറ്റോടെ അങ്ങ് കത്തിച്ചാലോ? കത്തിക്കാനാ? പിന്നെ എന്നെ കൊല്ലാനാണോ വന്നത് നീ? മക്കളെ സമാധാനം പറ. തെറ്റാടിക്ക് അടിച്ചിട്ടാലോ? ഓടാ പട്ടി, ഇവ എന്നെ കൊല്ലാൻ വേണ്ടിട്ട് വന്ന ദൈവം. എടാ, എനിക്കൊരു പിന്നെ പ്രതീക്ഷ അവിടെ നാട്ടിലെ സുഖങ്ങളൊക്കെ തന്നെ. പ്രതീക്ഷ അവിടെ ഓക്കെയാണോ? മാമനെന്താ? നീ ഓക്കെയാണോ? മാമ എനിക്ക് കണ്ടിട്ട് പേടിയാവണം മാമ. എനിക്ക് പേടിയല്ല. എനിക്ക് അയ്യോ നീ എന്നെ മനഃപൂർവ്വം എടി, ഇവ എനിക്ക് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് വന്നതാ. അല്ലെങ്കിൽ പിന്നെ ഈ ഗിഫ്റ്റ് കൊണ്ടുപോകാൻ വരുമോ? നീ എന്തിനാ അവിടെ വന്നത്? ഞാൻ ഇനി പറയാമൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടുപേരും കേൾക്കണം. നീയും കേൾക്കണം. എനിക്കൊന്ന് ബാത്റൂമിൽ പോണം. അയ്യോ മെഡിക്കൽ മിറാക്കിൾ എന്നൊക്കെ കേട്ടുള്ളൂ. മുട്ടിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന മറ്റേ ബോഡി ഓട്ടം കണ്ട. അയ്യോ അവിടത്തെ ബാത്റൂമിൽ വെള്ളമില്ല, പുറത്തു പോവാ. പ്രജീഷേട്ടാ, സർപ്രൈസ് ആയിട്ട് ഞാൻ വീട്ടിൽ വന്ന് സർപ്രൈസ് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു സർപ്രൈസ് അങ്ങോട്ടുണ്ട്. മുട്ടിന് ഓപ്പറേഷൻ പറഞ്ഞ നിങ്ങൾ അച്ഛൻ തേരാപ്പാര കിടന്ന് ഓടണം ഇവിടെ. ഓ അയ്യോ, അതാ പറയുന്നത്. നിങ്ങൾ അച്ഛൻ പറഞ്ഞ ഞാൻ വിളിക്കാൻ കേട്ടോ. അയ്യോ കുറച്ച് പഞ്ചസാര 100 കിലോമീറ്റർ സ്പീഡിൽ 100 കിലോമീറ്റർ ഞാൻ ഓടി. ഷുഗർ ലോ ആയി. പഞ്ചാര താടാ.